മഹാപണ്ഡിതനാണ് ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുഴുവൻ മേഖലകളിലും മുഴുവൻ ഭാഗങ്ങളിലും പ്രബോധനം നടത്തി ദീനീ വിജ്ഞാനങ്ങൾ പകർന്നു നൽകിയ പണ്ഡിതനാണ് ഉസ്താദ് അവറുകൾ. എല്ലാ ദിവസവും വാഴാണ്, എല്ലാ ദിവസവും പരിപാടിയാണ്. എന്നാലും ദർസ് മുടക്കാതെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പണ്ഡിതനാണ് ഉസ്താദ് അവറുകൾ. ഹാഫിളാണ്, നല്ലൊരു മുദരിസാണ്, നല്ല കിതാബ് തിരിയുന്ന മഹാപണ്ഡിതനുമാണ്. ഇതൊക്കെയായിട്ടും മഹാനായ ഉസ്താദ് അവറുകൾ വിനയം തുളുമ്പുന്ന വളരെ നല്ല ലളിതമായ ജീവിതമാണ് നയിച്ചത്. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. ഉസ്താദിൻ്റെ വിനയം ലഭിക്കാനുള്ളൊരു കാരണം, ഉസ്താദിൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട മർഹൂം AP മുഹമ്മദ് മുസ്ലിയാർ ചെറിയ പി ഉസ്താദാണ്. നമുക്കറിയാം സമസ്ത കേരള ജമുഅത്തുൽ ഉലമയുടെ സെക്രട്ടറി ആയിരിക്കെയാണ് ചെറിയ പി ഉസ്താദ് മരണപ്പെട്ടത്. ചെറിയ പി ഉസ്താദിൻ്റെ ജീവിതം അതേപോലെ പകർത്തി സമൂഹത്തിന് പകർന്നു കൊടുത്ത പണ്ഡിതനാണ് മർഹൂം ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദ്. ചെറിയ പി ഉസ്താദിനെ പരിചയപ്പെടുത്തിയത് ഞാൻ കേട്ടത് വേങ്ങരയിൽ നടക്കുന്നൊരു മജ്ലിസിലാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ വേങ്ങര ബദറുദ്ദുജയിൽ എല്ലാ മാസവും നടന്നു വരാറുള്ള തഅജീലുൽ ഫുതൂഹ് മജ്ലിസിൽ ചെറിയ പി ഉസ്താദ് വഫാത്തായ പിറ്റത്തെ മാസം ബഹുമാനപ്പെട്ട ഹാഫിദ് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദാണ് പ്രസംഗിക്കുന്നത്. അതിൻ്റെ മുമ്പുള്ള മജ്ലിസിൽ വന്നത് ചെറിയ പി ഉസ്താദാണ്. ചെറിയ പി ഉസ്താദ് അവിടെ സദസ്സിൽ വന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന് വേണ്ടി തഅജീലുൽ ഫുതൂഹ് ചൊല്ലി അവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉസ്താദ് അൽഹംദുലില്ലാഹ് പിന്നീട് രംഗത്തേക്ക് വരികയും ചെറിയ പി ഉസ്താദ് മരണപ്പെടുകയും ചെയ്തു. പിറ്റത്തെ മാസം ചെറിയ പി ഉസ്താദിൻ്റെ അനുസ്മരണമായി അടുത്ത തഅജീൽ വരുന്നത്. അത് ബഹുമാനപ്പെട്ട ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദ് ഗൂഡല്ലൂരാണ് അവിടുത്തെ അനുസ്മരണം തഅജീൽ ഫുതൂഹ് മജ്ലിസിൽ വെച്ച് നടത്തിയത്. സമയം മതിയാകുന്നില്ല, ഒരുപാട് പറയാനുണ്ട് എന്നൊക്കെയാണ് അവസാനമായി ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി പറഞ്ഞത്. കുറേ പറയാനുണ്ട്, ചെറിയ പി ഉസ്താദിനെ കുറിച്ച് ഒരുപാട് വർണ്ണിക്കാനുണ്ട്. നല്ല ജീവിതത്തിന് ഉടമയായിരുന്നല്ലോ മർഹൂം ചെറിയ പി ഉസ്താദ്. അതേ ജീവിതം മാതൃകയാക്കി മർഹൂം ഹാഫിദ് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ്. അവർക്ക് തഖ്വയുള്ള ഈമാനുള്ള നല്ല പ്രഭാഷകനാണ്. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ഈമാനിൻ്റെ ആത്മീയ പ്രഭ വരുത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച മഹാത്മാക്കളാണ് അവരെല്ലാവരും. ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദ് ഇന്നും നാളെയും മറ്റന്നാളും ഈ മാസവും അടുത്ത മാസവും ഒക്കെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നലെയും മരിക്കുന്നതിൻ്റെ തലേ ദിവസമായി ഇന്നലെയും തമിഴ്നാട്ടിലെ ദേവർഷോലയിൽ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഒരു പ്രശ്നവുമില്ലാത്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ. പെട്ടെന്നൊരു രോഗം വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനിടയിൽ മരണപ്പെടുകയും എന്നാണ് കിട്ടിയ വിവരം. അള്ളാഹുവിൻ്റെ ഖലാ എപ്പോഴും ആർക്കും എങ്ങനെയും സംഭവിക്കാം. അള്ളാഹുവിൻ്റെ ഖലാ എന്താണോ അത് മാറുകയില്ല, അതനുസരിച്ച് തന്നെ നിൽക്കും. അതിന് വയസ്സാകണമെന്നില്ല മരിക്കാൻ, സമയം അള്ളാഹുവിൻ്റെ ഖലാ എത്തിയാൽ മരിക്കും. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അള്ളാഹു തആല മസ്ഊദ് സഖാഫിയുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി തഹ്ലീലുകൾ ചൊല്ലണം, ഖത്മുകൾ ഓതണം. കഴിയാവുന്നവരെല്ലാവരും അവർക്ക് വേണ്ടിയുള്ള സുഹൃതങ്ങൾ ചെയ്യുക. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.